ഭൂകമ്പ ബാധിത വെനസ്വേലയിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ C-17 വിമാനങ്ങൾ. ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി ഭൂകമ്പ ബാധിത രാജ്യത്തേക്ക് ദുരിതാശ്വാസ സാമഗ്രികളുമായി വെനസ്വേലയിലേക്കുള്ള യാത്രാമധ്യേ ഇന്ത്യൻ വ്യോമസേനയുടെ ബോയിംഗ് C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം കോട്ട് ഡി ഐവറിന്റെ തലസ്ഥാന നഗരമായ അബിഡ്ജാൻ വഴി സഞ്ചരിച്ചു. കോട്ട് ഡി ഐവറിലെ ഇന്ത്യൻ എംബസി പറയുന്നതനുസരിച്ച് 35 ടൺ ദുരിതാശ്വാസ ഉപകരണങ്ങൾ, ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സംഘം, 2 BHISHM ക്യൂബുകൾ എന്നിവ വഹിച്ചുകൊണ്ട് വെനസ്വേലയിലേക്കുള്ള യാത്രാമധ്യേ 2 ഇന്ത്യൻ വ്യോമസേനയുടെ C-17 വിമാനങ്ങൾ അബിജാൻ വഴി സഞ്ചരിച്ചു. എംബസിയുടെ കണക്കനുസരിച്ച് 9 മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ 41 പേർ ഈ സംഘത്തിലുണ്ട്. തെക്കേ അമേരിക്കൻ രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്തുണ്ടായ വിനാശകരമായ ഇരട്ട ഭൂകമ്പത്തിൽ തകർന്ന വെനസ്വേലയ്ക്ക് അടിയന്തര വൈദ്യസഹായം, ട്രോമ മാനേജ്മെന്റ്, ജീവൻ രക്ഷിക്കുന്ന ശസ്ത്രക്രിയാ സഹായം, മറ്റ് അവശ്യ ആരോഗ്യ സേവനങ്ങൾ എന്നിവ നൽകാൻ അവർ സജ്ജരാണ്. ഓപ്പറേഷൻ അമിൻസ്റ്റാഡ് വടക്കൻ വെനസ്വേലയിൽ ഉണ്ടായ വിനാശകരമായ ഭൂകമ്പത്തിന് മറുപടിയായി 2 ഇന്ത്യൻ വ്യോമസേന C-17 വിമാനങ്ങൾ, 35 ടൺ ദുരിതാശ്വാസ ഉപകരണങ്ങൾ, ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സംഘം, 2 BHISHM ക്യൂബുകൾ എന്നിവ വഹിച്ചുകൊണ്ട് അബിജാൻ വഴി വെനസ്വേലയിലേക്ക് കടന്നുവെന്നും എംബസി പറഞ്ഞു. 9 മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ 41 പേർ ഉൾപ്പെടുന്ന ഈ സംഘത്തിൽ ഭൂകമ്പത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം, ട്രോമ മാനേജ്മെന്റ്, ജീവൻ രക്ഷിക്കുന്ന ശസ്ത്രക്രിയാ സഹായം, മറ്റാവശ്യ ആരോഗ്യ സേവനങ്ങൾ എന്നിവ നൽകാൻ സജ്ജരാണെന്നും കൂട്ടിച്ചേർത്തു. വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന ഏകദേശം 6 ടൺ മെഡിക്കൽ സ്റ്റോറുകളും മാനുഷിക സഹായ സാമഗ്രികളും സംഘം വഹിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ആരോഗ്യ മൈത്രി പദ്ധതിക്ക് കീഴിൽ ഒരു BHISHM ക്യൂബ് കൊണ്ടുപോകുന്നു. ദുരന്തങ്ങൾക്കും മാനുഷിക പ്രതികരണത്തിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന തദ്ദേശീയവും വേഗത്തിൽ വിന്യസിക്കാവുന്നതും മോഡുലാർ മെഡിക്കൽ സൗകര്യവുമാണ് BHISHM ക്യൂബ്. 200 രോഗികളെ വരെ ചികിത്സിക്കാൻ പ്രാപ്തിയുള്ള പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ഫീൽഡ് ആശുപത്രിയിൽ വേഗത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒതുക്കമുള്ളതും സ്വയം ഉൾക്കൊള്ളുന്നതുമായ മെഡിക്കൽ മൊഡ്യൂളുകൾ ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. പോർട്ടബിൾ വെന്റിലേറ്ററുകൾ, രോഗി മോണിറ്ററുകൾ, ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, വൈദ്യുതി ഉൽപാദന യൂണിറ്റുകൾ, ഓക്സിജൻ പിന്തുണാ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ലോകത്തെവിടെയും മാനുഷിക പ്രതിസന്ധികളിൽ വേഗത്തിൽ ഫലപ്രദവുമായ വൈദ്യസഹായം നൽകാനുള്ള ഇന്ത്യയുടെ കഴിവിനെ ഈ വിന്യാസം എടുത്തു കാണിക്കുന്നുവെന്നും എംബസി അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ കീഴിൽ മെഡിക്കൽ സംഘത്തെ അയച്ച് മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണത്തിനുമുള്ള ഇന്ത്യയുടെ സ്ഥിരമായ പ്രതിബദ്ധതയെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സൗഹൃദ രാജ്യങ്ങൾക്ക് സമയബന്ധിതമായി പിന്തുണ നൽകാനുള്ള സന്നദ്ധതയും പ്രതിഫലിപ്പിക്കുന്നു. വടക്കൻ വെനസ്വേലയിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് ആഗോള ഐക്യദാർഢ്യത്തിന്റെയും മാനുഷിക നേതൃത്വത്തിന്റെയും നിർണായക പ്രകടനമായി ഭൂകമ്പ ബാധിത വെനസ്വേലയ്ക്ക് നിർണായക വൈദ്യസഹായം അയച്ചുകൊണ്ട് ഇന്ത്യ ഓപ്പറേഷൻ അമിൻസ്റ്റാഡ് ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള മാനുഷിക സഹായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഒന്നാം പ്രതികരണക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്കിനെ ഈ ദൗത്യം അടിവരയിടുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ തന്ത്രപരമായ നയതന്ത്രത്തിന്റെ മാർഗനിർദ്ദേശത്തോടെയുള്ള ഈ പ്രവർത്തനം പങ്കാളി രാജ്യങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ പ്രതിഫലിക്കുന്നു. വെനസ്വേലയുടെ ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് നൽകിയ അപ്ഡേറ്റ് ഉദ്ധരിച്ച CNN റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ബുധനാഴ്ച രാജ്യത്തെ ബാധിച്ച ഇരട്ട ഭൂകമ്പങ്ങളിൽ കുറഞ്ഞത് 1430 പേർ മരിച്ചു, 3238 പേർക്ക് പരിക്കേറ്റു, 3142 കുടുംബങ്ങൾ വീട് നഷ്ടപ്പെട്ട് പലായനം ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർണായക രക്ഷാപ്രവർത്തന ജാലകം ചുരുങ്ങുമ്പോഴും കനത്ത ഉപകരണങ്ങളുടെ ക്ഷാമവും തുടർച്ചയായ തുടർചലനങ്ങളും പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾ തിരച്ചിൽ തുടരുന്നു. ബുധനാഴ്ച വെനസ്വേലയിൽ 7.2ഉം 7.5ഉം തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പങ്ങൾ ഉണ്ടായതിനു ശേഷം രാജ്യത്ത് നിരവധി തുടർചലനങ്ങളും ചെറിയ ഭൂചലനങ്ങളും അനുഭവപ്പെട്ടു. ഇത് രക്ഷാപ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും സങ്കീർണമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.